അപ്പോൾ നല്ല ഗീ പൊറോട്ട നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ സെർവ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. നമസ്കാരം, ഞാൻ രഞ്ജിത്ത്. പാചകപ്പുരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള പൊറോട്ടയാണ്. നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ പൊറോട്ട തയ്യാറാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ മൈദ എടുക്കുകയാണ്. 1 കിലോ മൈദയാണ് നമ്മൾ പൊറോട്ടയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഉപ്പ്, 1/4 ടേബിൾ സ്പൂണോളം പഞ്ചസാര, 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ, 1 മുട്ട. ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറേശ്ശെ ടൈറ്റായിട്ട് നമ്മൾ കുഴച്ചെടുക്കുകയാണ്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് പശുവും പാൽ ഒഴിക്കാം. ഇപ്പോൾ നല്ല വൈറ്റ് കളറായിട്ട് നമ്മുടെ പൊറോട്ട മാറും. നമ്മൾ വെള്ളത്തിലാണ് ഇപ്പോൾ കുഴച്ചെടുക്കുന്നത്. കുഴയ്ക്കാനുള്ള സൗകര്യത്തിൽ നമ്മൾ ടേബിളിൽ ഇട്ടിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഈ ഒരു ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ടേബിൾ ഒട്ടിപ്പിടിക്കാത്ത പരുവത്തിൽ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണ്. എത്രയും ഭംഗിയായിട്ട് കുഴയ്ക്കുന്നോ അത്രയും ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് പൊറോട്ട കിട്ടും. അതിൻ്റെ പുറം ഭാഗത്തുള്ള ഈ ഒരു ഇതെല്ലാം മാറി നല്ല ഗ്ലേസിങ്ങോട് കൂടി നമ്മൾ മാവിരിക്കണം. അല്പം കൂടി മൈദ നമ്മളതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കുകയാണ്. ഒരു 10 മിനിറ്റോളം നല്ല രീതിയിൽ മാവ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിലിൻ്റെ മുകൾ ഭാഗത്ത് ഒഴിക്കാം. എന്നിട്ട് ആ പാത്രത്തിലേക്ക് ഇട്ട് അടച്ചു വയ്ക്കാം. നമ്മൾ ഈ ഒരു പരുവത്തിൽ നമ്മുടെ മാവ് കുഴച്ചെടുത്തു. നമ്മൾ ഡ്രൈ ആവാതിരിക്കാനായിട്ട് അല്പം ഓയിൽ അതിൻ്റെ മുകളിൽ ഒഴിച്ച് തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു തുണിയിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ പാത്രത്തിലേക്ക് ആക്കി ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വയ്ക്കുകയാണ്. ഇനി പൊറോട്ട നമ്മൾ 1 മണിക്കൂറോളം പുളിക്കാനായിട്ട് മാറ്റി വെച്ചു. 1/2 മണിക്കൂറോളം പുളിച്ച് വന്നിട്ടുള്ള പൊറോട്ട മാവ് നമ്മളിനി ചെറിയ ബോളുകളാക്കി മാറ്റുകയാണ്. ഈ ഒരു വലിപ്പത്തിലുള്ള ബോളുകളാക്കിയാണ് നമ്മൾ പൊറോട്ട മാവിനെ മാറ്റുന്നത്. അല്പം ഓയിൽ നമ്മളിതിൽ തടവി കൊടുക്കുന്നുണ്ട്. ഓരോന്നിൻ്റെ മുകളിൽ നമ്മൾ അല്പം ഓയിൽ ഒഴിച്ച് നല്ല ഫിനിഷിംഗ് ആയിട്ട് ബോളുകൾ മാറ്റി വയ്ക്കുകയാണ്. ഈ ഒരു ബോളിൽ നമുക്ക് 2 പൊറോട്ടയാണ് നമ്മൾ വീശി മാറ്റുന്നത്. ഈ ഒരു പരുവത്തിൽ തയ്യാറാക്കിയ ബോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുകയാണ്. ഇതിൻ്റെ സൈഡ് ഭാഗം മാത്രമാണ് നമ്മൾ മെയിനായിട്ട് പരത്തി മാറ്റി വയ്ക്കുന്നത്. നല്ല രീതിയിൽ ഓയിൽ ജസ്റ്റ് തടവി കൊടുക്കുക. സൈഡ് നല്ല രീതിയിൽ നമ്മൾ തിന്നാക്കി മാറ്റുന്നുണ്ട്. നടുക്ക് ഭാഗമല്ല, സൈഡ് മാത്രം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് വീശി എടുക്കുകയാണ്. അപ്പോൾ നെയ്യെല്ലാം ഒഴിച്ചു കൊടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് പൊറോട്ട തട്ടിയെടുക്കുകയാണ്. അപ്പോൾ ലെയറുകളെല്ലാം കറക്റ്റായിട്ട് വന്നു. നമ്മൾ പതുക്കെ ചെരിച്ച് വെച്ചിട്ടാണ് തട്ടിയെടുക്കുന്നത്. അപ്പോൾ നല്ല ഗീ പൊറോട്ട നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ സെർവ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ പൊറോട്ട ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.